എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഞാൻ തയ്പ്പിച്ചിട്ടുള്ള കുറച്ച് പുതിയ ഡ്രസ്സുകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഫ്രോക്ക് മോഡൽ തയ്പ്പിച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് പോത്തീസിൽ നിന്നാണ്. 271 ആയിരുന്നു കേട്ടോ പെർ മീറ്റർ. ഇത് ഞാനൊരു ഫ്രോക്ക് മോഡലാണ് തയ്ച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ലേസ് മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും പിന്നെ ഡ്രസ്സിൻ്റെ താഴെയും ഞാൻ ലേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലേസ് വെച്ചപ്പോഴാണ് ഈ ഡ്രസ്സിന് ഒന്നുകൂടി എടുപ്പായെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ചുരുക്ക് പോലെ അത് ഞാൻ വെക്കാൻ പറഞ്ഞതാണ്. ഇത് ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതൊരു കുർത്ത മോഡൽ ലെഗിങ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. രണ്ട് ടൈപ്പിലും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് റേറ്റ് ഞാൻ പറയാം, 271 പെർ മീറ്റർ കോസ്റ്റ്. അത് ഞാൻ 3 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 258 ഇൻറ്റു 3 മീറ്റർ എന്ന് പറയുമ്പോഴേക്കും 813 രൂപയാണ് കേട്ടോ ദേ ബില്ല് വന്നിട്ടുള്ളത്. അടുത്ത ഡ്രസ്സ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കോട്ട് സെറ്റ് മോഡലിൽ തയ്പ്പിച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ പ്രിൻ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ പ്രിൻ്റ് കണ്ടിട്ട് ഞാൻ അവിടെ ചാടി വീണ് മേടിച്ചതാണ്. ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഞാനിതിൻ്റെ ഈ ഒരു പ്രിൻ്റുള്ള മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോട്ട് സെറ്റ് മോഡലാണിത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് തയ്പ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടോപ്പ് ലെങ്ത് കുറച്ചുകൂടി കൂട്ടായിരുന്നു എന്ന്. ഞാൻ ഇടുന്ന എല്ലാ മോഡലിലും ടോപ്പ് ലെങ്ത് കൂടിയ മോഡലാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിലൊത്തിരി സന്തോഷമുണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് വേറെ ആടാമൂടിയൊന്നും ഡ്രസ്സിനകത്ത് അഡീഷണൽ ആയിട്ടൊന്നും ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഐ മീൻ ലേസ് അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് മോഡൽ തയ്പ്പിച്ചാണ് കേട്ടോ. പാൻറ് നല്ല ലൂസ് ബോട്ടം ഒക്കെ ആയിട്ട്. അടുത്തത് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കുറച്ച് സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ഇത് തയ്പ്പിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. പള്ളിയിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രിൻ്റായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ക്രിസ്മസ് ടൈമിൽ പള്ളിയിൽ പോകുമ്പോൾ ഒരു റെഡ് ഷോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത് പെയർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ മെറ്റീരിയലും ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ജയ്പൂർ ബസാർ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നല്ല രസമല്ലേ. അപ്പോൾ ഇത് പ്യുവർലി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു കോട്ട് സെറ്റ് പാറ്റേണിൽ തന്നെയാണ് തയ്പ്പിച്ചിരിക്കുന്നത്. എപ്പോഴും യൂസ് ചെയ്യാനും പറ്റില്ല, വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിച്ച് കഴിഞ്ഞാൽ അറിയാനും പറ്റും അല്ലേ. അപ്പോൾ ഇത്രയും 3 എൻ്റെ ക്രിസ്മസ് ഡ്രസ്സായിട്ട് ഞാൻ തയ്പ്പിച്ചിട്ടുള്ളത്. ഒരെണ്ണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഒരെണ്ണം ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, ഒരെണ്ണം റെഡ് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ.